എല്ലാവർക്കും സാറാസ് കൾനറി എസ്കേപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു മിൽക്ക് പറാട്ടയാണ് ഉണ്ടാക്കുന്നത്. കറിയൊന്നുമില്ലെങ്കിലും അച്ചാർ കൂട്ടി ഞാനിവിടെ ചെമ്മീൻ അച്ചാറാണ് വെച്ചേക്കുന്നത്. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാനൊക്കെ ബെസ്റ്റാണ്. ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം എന്താണ്. ഇവിടെ ഞാൻ 2.5 കപ്പ് ആട്ടയാണ് എടുത്തേക്കുന്നത്. ആട്ടയ്ക്ക് പകരം മൈദ എടുക്കുക. 1 കപ്പ് പാല്, ഇളം ചൂടോടുകൂടിയ പാലാണ്. 1 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ടയുടെ വെള്ളം മാത്രം മതിയാവും. 1 നുള്ള് മഞ്ഞൾ, 1 ടീസ്പൂൺ പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്, കുറച്ചെണ്ണ, 3 ടീസ്പൂൺ ഉണ്ടാവും. ഒരു മുട്ടയുടെ വെള്ളം മാത്രം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ മുട്ട നമുക്ക് പഞ്ചസാരയും കൂടെ ചേർത്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അപ്പോൾ ബീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ആട്ട നല്ല മാർദ്ദവമുള്ളതായിത്തീരും. അതുകൊണ്ടാണ് അതൊന്ന് കുറച്ച് നേരം ബീറ്റ് ചെയ്യുക. ഇത്ര നേരം ഇത് മതിയാ. ഇത്ര നേരം ബീറ്റ് ചെയ്താൽ മതി. ഉണ്ട്, അത് ഓക്കെ ആയിട്ടുണ്ട്. നമ്മളൊരു കപ്പ് പാൽ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ 1 നുള്ള് മഞ്ഞൾ ചേർക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളം അതും ഇതിനകത്തൂടെ ചേർത്തിട്ട് ഇളക്കാം. നമ്മളെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആട്ട ഇട്ട് അത് കുഴച്ചെടുക്കാം. കുറേശ്ശെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക ആദ്യം. പിന്നെ മൊത്തം അങ്ങ് ഇട്ടിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഇവിടെ ഈ പാലിനകത്ത് തന്നെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ആ കറക്റ്റ് പാലും ആട്ടയും 2.5 കപ്പ് ആട്ടയും കറക്റ്റാണ്. നിങ്ങൾക്കിനിയും കുറച്ച് വല്ലതും വന്നാൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഒരു സ്പൂൺ വെള്ളം ചേർക്കേണ്ടി വന്നാൽ ചേർക്കാം. അപ്പോൾ ഇവിടെ ആവശ്യമില്ല, ഓക്കെയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കുഴച്ചൊരുവിധം ആക്കിയിട്ടുണ്ട്. ഇനി ഒരു ടീസ്പൂൺ എണ്ണ ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്. അത് ഒഴിച്ചിട്ടൊന്ന് മാർദ്ദവമാക്കാൻ വേണ്ടിയാണ്. ഒന്ന് കൈ ഒട്ടിപ്പിടിക്കാതെ ഒന്ന് മാർദ്ദവമാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. വേറെ നമുക്കിവിടെ വെള്ളത്തിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഇനി ഒന്ന് ഒരുവിധം നന്നായി സ്മാഷ് ചെയ്തിട്ട് ഇവിടെ അടച്ചു വെക്കുക കുറച്ച് നേരത്തേക്കിന്. നമ്മൾ നമ്മളൊരു 10-20 മിനിറ്റ് സോഫ്റ്റ് ആകാൻ വെച്ചിട്ട് ആ ആട്ട നമ്മൾ 6 എണ്ണമായിട്ട് റോൾ ചെയ്ത് ഉരുട്ടി വെച്ചിട്ടുണ്ട്. അതിലൊരെണ്ണം എടുത്തു. നമുക്കിനി അത് പരത്താം. ഉരുളയാക്കി ആട്ടയിൽ മുക്കിയിട്ട് മെല്ലെ പരത്തി കൊടുക്കുക. രണ്ടര കപ്പ് ആട്ട 6 ഉരുളയുണ്ട്. 6 പൊറോട്ട ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ എണ്ണ അനുസരിച്ച് നിങ്ങൾ ആട്ടയും പാലും കൂട്ടിയാൽ മതി. എണ്ണ തൂത്തു. ഒരു 1/2 ടീസ്പൂൺ എണ്ണ ഉണ്ടാവുള്ളൂ. അത് തൂത്ത് മടക്കി 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി ഒരു എണ്ണ ഞാൻ നടുവിൽ ഇച്ചിരി ഒന്ന് തൂത്ത് ഒന്നുകൂടെ മടക്കി ആട്ടയിലൊന്ന് മുക്കിയിട്ട് മെല്ലെ പരത്തുക. അത്രയേ ഉള്ളൂ. നല്ല അടിപൊളി പൊറോട്ട ഉണ്ടാവും. നന്നായി ഇതുപോലെ പരത്തിയെടുക്കുക. ബാക്കിയുള്ള 5 ഉരുളകളും പരത്തിയെടുക്കുക. നമ്മുടെ തവ ചൂടായിട്ടുണ്ട്. നമ്മൾ ഇനി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൊറോട്ടയുടെ മാവ് ഇടാം. നല്ല ഫുൾ തീയിലാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. അത് നോക്കണം. അതിനകത്തുനിന്ന് ഒരു ചെറിയ ഇങ്ങനെ കുമിള പോലെ പൊന്തി വരും. ആ സമയം നമ്മളിത് തിരിച്ചിടണം.
വേറെ ആയിട്ടുണ്ട്. നമുക്കതിനി തിരിച്ചിടാം. ഇനി ഈ ഭാഗത്ത് നമുക്ക് എണ്ണ തൂത്ത് കൊടുക്കണം. കുറച്ചെണ്ണ മതിയാവും. നല്ല സോഫ്റ്റായിട്ടാണ്, കുറച്ചെണ്ണ മതി. ഒരു സ്പൂണിനൊരു 1/4 ടീസ്പൂൺ എണ്ണ എടുത്താൽ മതി. എന്നിട്ട് ഇങ്ങനെ അരികു ചേർത്ത് തൂത്ത് കൊടുക്കുക. എന്നിട്ട് മെല്ലെ ഒന്ന് അമർത്തി കൊടുക്കണം. അപ്പോൾ അത് പൊങ്ങി വരും. ഓൾറെഡി പൊങ്ങി വരുന്നുണ്ട്. ഈ സമയം നമ്മൾ തിരിച്ചിടും പിന്നെ ഒന്നുകൂടെ. ഇനി അവിടെയും കുറച്ച് എണ്ണ ഇങ്ങനെ തൂത്ത് കൊടുക്കുക. എണ്ണ കുറച്ച് മതി, ഒരുപാട് എണ്ണ വേണ്ട. ഇനി മറിച്ചിടാം. കണ്ടോ, നന്നായി പൊന്തി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി നമ്മുടെ പൊറോട്ട നല്ല അടിപൊളിയായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ടോ. ഇതാണ് അടിപൊളിയാണ്. ഇതുപോലെ എല്ലാവരും ബാക്കിയുള്ളത് നമുക്ക് ഉണ്ടാക്കി എടുക്കാം. ഒന്നുകൂടെ മറിച്ചിടാം. യെസ്. നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. പൊറോട്ട നോക്കി ഞാനിവിടെ ചെമ്മീൻ അച്ചാറാണ് അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് എടുത്തേക്കുന്നത്. ചെമ്മീൻ അച്ചാറിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ കൂടെ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് നോക്കുക. നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. ഏത് അച്ചാറിൻ്റെ കൂടെ നിങ്ങൾക്കിത് കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്യുക. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.